ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോഹൻലാലിൻ്റെ ഒരു മാഷപ്പ് വീഡിയോ ആണ്. അപ്പോൾ യൂട്യൂബിൽ ഒത്തിരി തരംഗമായിട്ടുള്ള വീഡിയോസാണ് ഇതൊക്കെ. അപ്പോൾ ഇന്ന് ഞാനിത് ആദ്യമായിട്ടാണ് ഇന്നിപ്പോൾ കാണുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. He's been a superstar as long as I can remember because there's only one Mohanlal that happens. ആയിരിക്കും. ഞാൻ ഭയങ്കര ഗ്ലാമർ ആയിരുന്നു കുറച്ച് അതെ. മോഹൻലാൽ തിരിച്ചാൽ ഇറ്റ് വിൽ ബി ലൈക്ക് എ ലൈറ്റ് ഹൗസ്. ഇപ്പോഴും മോശമൊന്നുമില്ല. ഇല്ല. ഗാഥ പോരുന്നോ? തർക്കം യോദ്ധ. ഈ യോദ്ധ എന്ന് പറഞ്ഞ സിനിമ ഒരു 10-20 തവണയെങ്കിലും കണ്ടു. എൻ്റെ ഇഷ്ടമാണ് രസമല്ല. മണിച്ചിത്രത്താഴില്ല. സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ് 24 hours വെള്ളമടിച്ച് നടക്കുന്ന അദ്ദേഹത്തെ ഏതെങ്കിലും ഒരു നടൻ ലോകത്തിൽ അവതരിപ്പിച്ചാൽ ഞാൻ ഈ പണിയൊന്നും. അത് ശരിയായി. ഈ സാഗർ കോട്ടപ്പുറം എന്ന് പറഞ്ഞ ആ സിനിമയിൽ ആ നടനെ മോഹൻലാൽ അവതരിപ്പിച്ചല്ലോ. അത് ശരിക്കും പറഞ്ഞാൽ വേറൊരാൾക്കും അത് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പം മമ്മൂട്ടിയാണ് ആ സ്ഥാനത്തെങ്കിൽ അദ്ദേഹത്തിന് പോലും ആ സീൻ ചെയ്യാൻ പറ്റത്തില്ല. നീ എന്താ ഈ കത്തി വേഷത്തില്? ഈ ഹരിക്കുമ്പോഴും കുണിക്കുമ്പോഴും ഈ രംഗം എപ്പോഴും നമ്മൾ മനസ്സിൽ വിചാരിക്കും. ശരി സഹോദരി, ഞാൻ കണ്ട് കിണ്ടി കിണ്ടി. കോൺടസ്റ്റിൽ നമ്മൾ ബിയർ അടിക്കാൻ ഡെറാഡൂണിൽ അച്ഛനെ കാണാൻ കോൺടസ്റ്റിൽ നമ്മൾ എന്താണ് ഇത്? കൊല വഴിപ്പിക്കാൻ ചാക്കി കെട്ടി വെച്ചിരിക്കുന്ന. എടി നിനക്ക് പറ്റൂലേ, കളഞ്ഞിട്ട് പോടേ. കുറെ സമയമായിട്ട് കളിയാക്കണം. മലയാളം മലയാളം അറിയാമോ? മലയാളം ഞാൻ അറിയത്തില്ല. മലയാളം. എടോ അപ്പനെന്ന് പേരുള്ള തേർഡ് റേറ്റ് ഈ സിനിമ ഒത്തിരി കാലം ഓടിയ സിനിമയാണ്. നിന്റെയൊക്കെ സർവീസ് നിഘണ്ടുവിലെ തലയിൽ കിരീടമുള്ളവന്മാർക്ക് അവന്റെയൊക്കെ തന്ത ഉണ്ടാക്കിയ നിയമം അല്ലേ? സിൻസ് ദ ലോ ഈസ് ഓൾവേസ് അബൌട്ട് ദ ലോ. എടുത്ത് കാർക്കിച്ച് തുപ്പും സക്കീർ ഹുസൈൻ. മാറാഞ്ചേരി കരുണാകര മേനോന്റെ മാനത്തിന് വില പറയാമെന്ന പട്ടി ചവിട്ടി നെഞ്ചും കൂടി ഞാൻ പിടിക്കും. ഇവിടെ കളിയിറക്കാൻ ഇത് അങ്ങേർക്ക് വേണ്ടി കുടിക്കുന്നത് ഓൾഡ് ഫ്യൂഡൽ ലോ. മംഗലശ്ശേരി നീലകണ്ഠന് വേണ്ടി. എന്റെ ഭീഷണി എന്ന് പറഞ്ഞാൽ ചില ഊച്ചാളി രാഷ്ട്രീയക്കാരെ കൊണ്ട് സ്ഥലം മാറ്റിക്കളയെന്നൊന്നാവില്ല. കൊന്നളെ ഞാൻ. ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥ്. ഞാനിങ്ങനെ പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ട് നടത്തുന്ന പോലെ ഈ 6 അടി 1.5 ഇഞ്ചിൽ സവാരി ഗിരിഗിരി നടത്തും. മോനെ ദിനേശ, എന്നെ തടയാൻ നിൽക്കല്ലേ. തടഞ്ഞാൽ നിന്നെ ഈ പെരുവഴിയിലിട്ട് തല്ലി ചതക്കിയല്ല, കുത്തിക്കൊല്ലും ഞാൻ. തട്ടുമെന്ന് പറഞ്ഞാൽ തട്ടും. ജഗതി ശ്രീകുമാറും മോഹൻലാലും തമ്മിലുള്ള ഒത്തിരി നല്ല നല്ല സിനിമകൾ അക്കാലത്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും ഇഷ്ടവും ഹരവും ഒക്കെ തന്ന സിനിമകളാണ്. മോഹൻലാൽ എന്ന് പറഞ്ഞാൽ നടനെ വേണം നമ്മൾ. എന്തോ എന്നെ ഇഷ്ടമാണ് ആളുകൾക്ക്. മോഹൻലാല് പാട്ടുകൾക്ക് ചുണ്ടനക്കുമ്പോൾ അവിടെ നമ്മൾ ദാസേട്ടനെ മറക്കുന്നു, ജയചന്ദ്രനെ മറക്കുന്നു, ഹരിഹരനെ മറക്കുന്നു, സർവ്വ പാട്ടുകാരെ മറന്നിട്ട് ഇത് മോഹൻലാലാണ് പാടുന്നത് നമുക്ക് തോന്നിപ്പോറുണ്ട്. സൂപ്പർ പാട്ടുകൾ. സംഗീതം അറിയും തോറും മകനം കൂടുന്ന മഹാസാഗരം. മോഹൻലാൽ മിക്ക സിനിമയിലും നല്ല ഡാൻസ് കളിച്ചിട്ടുണ്ട്. അതൊക്കെ സൂപ്പറാണ്.
മോഹൻലാലിന് മാത്രമേ ആ സ്വാമിനാഥയിലെ സ്വരങ്ങള് ഒറ്റ ഷോട്ടാണ്. ഇത് മോഹൻലാൽ ഒറ്റ ലിപ്പിൽ പാടിയില്ല. ഓ ഇഷ്ടം ശബ്ദമൊക്കെ ഒന്ന് പാട്ടുകൾ പാടി തരാമെന്ന് മോഹൻലാലാണ് അത് പാടിയത് നിങ്ങൾ തോന്നിപ്പോകും. ഇത്രയും അടിപൊളി അഭിനയം. നല്ല നടന്മാർ ഒരുപാട് പേര്. പുഷ്പവിട ഇപ്പോഴത്തെ ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ മോഹൻലാലാണ് ഒരു മഹാനായ നടൻ. ലാലിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് വളരെ വലുതാണ്. അത് സത്യം. ശരിക്കും ഷോർട്ട് എടുത്തു കഴിഞ്ഞാൽ അമരീഷ്പുരി കെട്ടിപ്പിടിച്ചിട്ട് കരഞ്ഞു. ലോകത്തൊരു നടൻ ചെയ്യും. മോഹൻലാലിന്റെ കൺപിൽ നഖത്തിന്റെ അറ്റം പോയി അഭിനയിച്ചു. ഇത് ശരിയാ. He's one of the finest actors in the country today. He's so effortless in his performance. ഏത് വേഷം അല്ലെങ്കിൽ ചേരുകയും അത് മനോഹരമായി ചെയ്യുന്ന ഏക നടൻ ഇപ്പൊ ജീവിച്ചിരിക്കുന്നതിൽ മോഹൻലാൽ മാത്രമേ ഉള്ളൂ. മോഹൻലാലിനെ പോലെ ആർക്കും അഭിനയിക്കാൻ പറ്റില്ല. രാജാവ് മോഹൻലാൽ വിസ്മയങ്ങളുടെ അവസാനിക്കാത്ത ഒരു കവിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മോഹൻലാലിന്റെ ഈ വേഷഭേദത്തിൽ മിക്ക സിനിമകളും ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പൊ എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. അപ്പൊ നിങ്ങൾ ഈ സിനിമയിൽ ഏതൊക്കെ കണ്ടിട്ടുണ്ടോ ഒന്ന് കമന്റ് ആയിട്ട് ഇടുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം.